ഗുഡ് മോർണിംഗ്. പുതിയൊരു ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ചായയൊക്കെ കുടിച്ച ശേഷം ഇന്ന് ദേവുട്ടന് സ്കൂളിൽ പോകണ്ട കേട്ടോ, അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ വേഗം ചപ്പാത്തി ഉണ്ടാക്കാനുള്ള വെള്ളം വെറുതെ ചൂടാക്കാൻ വെച്ചതാണ്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതങ്ങ് തിളച്ചു പോയി. പിന്നെ അത് തണുപ്പിച്ചിട്ട് വേണം ചപ്പാത്തിക്കുള്ള മാവൊക്കെ പരത്തി. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് പരത്തി അങ്ങ് വെച്ചു. അതിനുശേഷം കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനത് ചുട്ടെടുത്തത്. അപ്പോൾ ചപ്പാത്തിക്ക് കഴിക്കാൻ കടലക്കറിയാണ്. അങ്ങനെ അതൊക്കെ സെറ്റായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്കുള്ളൊരു നന്ദി പറച്ചിലാണ്. കാരണം എൻ്റെ വീഡിയോ അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ലെന്ന് എനിക്ക് കാണുമ്പോഴേ അറിയാം. എന്നാലും ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിവരെയൊക്കെ വിളിച്ചിട്ട് ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് എന്നോട്. നന്നായിട്ടുണ്ട്, ഫോൺ വിളിച്ചും മെസ്സേജ് ചെയ്തും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് 1 മില്യൺ അടിക്കുന്നതിനേക്കാളും സന്തോഷമുണ്ട്. ഇത് എത്രത്തോളം ഈ വീഡിയോയും ചാനലും ഒക്കെ സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നമുക്ക് ഇരുന്ന് കിള്ളാം. അപ്പോൾ ദേവൻ എൻ്റെ കൂടെ കൂട്ടായിട്ട് വന്ന് നിൽപ്പുണ്ട്. കുഞ്ഞ് മനുഷ്യൻ താഴത്ത് നിന്ന് എന്തൊക്കെയോ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാളവിടെ അയാളുടെ കുരുത്തക്കേട് കാണിക്കട്ടെ, നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ചെമ്മീനൊക്കെ കുറച്ച് കിള്ളിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് വേഗം അരി അങ്ങ് വാർക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ പകുതി ജീവനാണ് പോകുന്നത്. കാരണം ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം അറിയാണ്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയുണ്ട്, ഹൈക്യൂ. ആ ഗ്രൂപ്പിൽ അവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് വാട്സപ്പ് വഴി ഇത് പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 2 മിനിറ്റ് നേരെ അത് നിന്നുള്ള ആ ഗ്രൂപ്പിൽ. എന്നാലും എൻ്റെ സകല ജീവനും പോയതാണ്. പിന്നെ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് വേഗം ചേച്ചിയുടെ വീഡിയോ ആ ഹൈക്യൂവിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ചേട്ടനെയും വിളിച്ച് ചേട്ടൻ്റെ കൂട്ടുകാരനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇത് എനിക്ക് ചെയ്യുമ്പോഴേക്കും മൊത്തം ടെൻഷനാണ്. അയ്യോ! ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. അന്നത്തെ ദിവസം എൻ്റെ പോയിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കഴുകി വെച്ച്. പിന്നെ ദേവന് കുറച്ച് വീട്ടിൽ നിൽക്കുന്ന ദിവസം വെള്ളം കുടിക്കാറില്ല. അങ്ങനെ ആശാൻ ഒരു കുപ്പി വെള്ളം ഫുൾ അങ്ങ് നിറച്ച് ഒഴിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ ഇത് ചിരവയുടെ പ്രമോഷനൊന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നൊരു ചിരവയാണ്. എനിക്കിവിടെ ചിരവ വേറെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ നിന്ന് ചിരവി ശീലിച്ച കാരണം എനിക്ക് ഈ നിന്ന് ചിരവ ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ താഴത്തേക്ക് കണ്ടില്ലേ, ആ കബോർഡുള്ള കാരണം നമുക്കവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കൗണ്ടർ ടോപ്പിൽ വേറെ. അപ്പോൾ ഇരുന്ന് ചിരവുമായിരുന്നു. അപ്പോൾ വാങ്ങിച്ച സമയത്ത് ഞാൻ അമ്മേനെ ഒരുപാട് വഴക്കിട്ട്, എന്തിനാ വെറുതെ പൈസ കളയണമെന്നും പറഞ്ഞ് അമ്മയെ വഴക്കിട്ടെങ്കിലും പക്ഷേ നല്ല യൂസ്ഫുൾ ഉള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് ഉപയോഗിച്ച ശേഷം മാറ്റി വെച്ചാൽ മതി, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ ഫിറ്റ് തന്നെയില്ല. നമുക്ക് ഇവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ വെക്കാം. ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് അങ്ങോട്ട് ചിരവിയാൽ മതി. അങ്ങനെ അടിപൊളി സാധനം. അപ്പോൾ ഇത് വാങ്ങിച്ചു തന്നതിന് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക്സ് അമ്മ. അപ്പോൾ ഇന്ന് ചാള കിട്ടിയായിരുന്നു. അത് ഞാൻ നിങ്ങളെ വെട്ടുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ മാങ്ങ ഇട്ട് വെക്കാൻ പറ്റിയില്ല. തൽക്കാലം നമ്മുടെ കയ്യിൽ മാങ്ങ ഇല്ലാത്ത കാരണം നിർഭാഗ്യവശം ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ മുളകല്ലല്ലോ, പുളിയിട്ട് വെച്ചു. അങ്ങനെ അതൊക്കെ അവിടെ വെക്കുന്ന നേരത്ത് പിന്നെ ചെമ്മീൻ കിള്ളിയത് നമുക്ക് എടുത്ത് വറുക്കാം. വറുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കണം. കുഞ്ഞു മക്കൾക്ക് കൊടുക്കണതല്ലേ. അപ്പോൾ ഇളയാൾക്ക് പല്ലൊന്നും മുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവാണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോകുമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് അങ്ങനെ വേവിച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി കൊടുക്കുന്നത് ചെമ്മീനാവുമ്പോൾ. അപ്പോൾ അത് ഇൻഡക്ഷൻ കുക്കറിലിടുന്ന ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ചാള ഇപ്പുറത്തും റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫുഡൊക്കെ എടുത്തു. വറുക്കാനുള്ളതെല്ലാം പുരട്ടി വെച്ചു. പിന്നെ ചാള കുറച്ചുണ്ടായിരുന്നത് വറുക്കാൻ വേണ്ടി, അത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫ്രഷോടെ നമുക്ക് മൊരിച്ച് നമുക്ക് വേണം. അതൊക്കെ ഞാൻ മാറ്റി വെച്ചെങ്കിലും എന്ത് ചെയ്യാനാണ്, ഇന്ന് ഊണ് കഴിക്കാനായിട്ട് വന്നില്ലായിരുന്നു. ഞാൻ തന്നെ ആ മൊരിഞ്ഞ മീനൊക്കെ കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഇതവിടെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചാളക്കറി റെഡിയായി. കുഞ്ഞിന് വിശന്ന് അപ്പോൾ അയാൾ ആകെ അലമ്പനായി വന്നായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചില്ല, കാണിച്ചാൽ ശരിയാവുന്ന അവസ്ഥയിലല്ല. അപ്പോൾ അയാൾക്കുള്ള ഫുഡൊക്കെ അങ്ങനെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാനും കുഞ്ഞിനുമായിട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഞാൻ അവനോടൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ കയ്യിലൊരു പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ പ്ലേറ്റൊക്കെ കൊണ്ട് ഹായ് ഒക്കെ തന്നു കേട്ടോ. അങ്ങനെ അവന് കൊടുത്ത ശേഷം ഞാനും ദേവനും കൂടി കഴിച്ചു. ഞങ്ങൾക്കിന്ന് ചാളയും ചാളക്കറിയും വറുത്തതും പിന്നെ ഇന്നലത്തെ മോര് കൂട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.